ഈ CPM-ന്റെ ഉറച്ച കോട്ട കണ്ണൂർ, അവിടെ ആ കോട്ട തകർക്കാൻ കെൽപ്പുള്ള രാഷ്ട്രീയ കരുത്തുള്ള UDF-ന്റെ കോൺഗ്രസിന്റെ ഏക നേതാവ് കെ സുധാകരൻ, അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുമെന്ന് പറയുന്നു. ഏതായാലും കെ സുധാകരൻ ഉയർത്തിയിരിക്കുന്ന കലാപക്കൊടി അത് UDF-ന്റെ ഇത്തവണത്തെ പിണറായി വിജയൻ സർക്കാരിനെ മൂന്നാമത് വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് UDF തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. ആ UDF-ന്റെ സാധ്യതകളെ മൊത്തം തകിടം മറിച്ചിട്ടില്ലേ? കോട്ട തീർന്നു, കോട്ട തകർന്നു കഴിഞ്ഞു. അതായത് VD സതീശനും KC വേണുഗോപാലും കൂടി ചേർന്ന് ഇരുവശത്തു നിന്നും 2 ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ട് കോട്ട ഇടിച്ച് നിരത്തി ഇന്നലെ രാത്രിയോടുകൂടി. ഇന്നലെ രാത്രി ഈ വിഷയത്തിൽ വലിയ ചർച്ചയായിരുന്നു. 2 ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചർച്ച. ആദ്യം രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ വെച്ചായിരുന്നു ചർച്ച. രാത്രി 10 മണി ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യും, എനിക്ക് മടുത്ത്, എനിക്ക് പോയി കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു പുള്ളി, നിങ്ങളെല്ലാം പോയിക്കോ, എനിക്ക് ഉറങ്ങാൻ സമയമായി. ഇവരെല്ലാം കൂടെ വഴിയെന്ന് ചർച്ച കണ്ടതാൻ പറ്റും. നേരെ പാവം മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിൽ പോയി. നേരെ വെളുക്കുന്ന പോലെ അവിടെ ചർച്ച കഴിഞ്ഞപ്പോഴും ഇല്ല, വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന് പറഞ്ഞ പോലെ സംഭവിച്ചത്. ഒരു തീരുമാനം ഉണ്ടായില്ല. തീരുമാനം ഉണ്ടായതൊരെണ്ണമാണ് നേരത്തെ പറഞ്ഞത്, MP-മാരൊന്നും മത്സരിക്കണ്ട എന്ന് പറഞ്ഞു. അതവിടെ തന്നെ നിന്നു, വഞ്ചി തിരുനക്കര തന്നെ നിന്നു. യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല, ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതോടുകൂടി സുധാകരൻ ഉറച്ച ഒരു തീരുമാനം നേരത്തെ മനസ്സാൽ എടുത്തിരുന്നു. അതായത് കണ്ണൂർ കിട്ടിയില്ലെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് നിന്ന് പോരാടും. കണ്ണൂരിലെ ഈ അംഗച്ചേവന്മാരുടെ ആ രക്തക്കലിപ്പുണ്ടല്ലോ, ആ കലിപ്പ് തന്നെ അത് വിടുകയില്ല. അത് അദ്ദേഹം രാത്രിക്ക് നേരം വെളുത്തപ്പോൾ കണ്ണും തിരുമ്മി വേണുഗോപാൽ ഉണർന്നപ്പോൾ സുധാകരൻ്റെ ഫോം, പുള്ളിനെ രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വഴിക്ക് വന്നതായിരിക്കും എന്ന് വിചാരിച്ച് വലിയ സന്തോഷത്തോടു കൂടി ഫോൺ എടുത്ത് ഗുഡ് ബൈ. ആ ഗുഡ് ബൈ പറഞ്ഞത് അദ്ദേഹം KC വേണുഗോപാലിനല്ല, വാസ്തവത്തിൽ കോൺഗ്രസിനോടാണ്. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കെ സുധാകരൻ വീണ്ടും ലോക്സഭയിലേക്കില്ല, സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് താല്പര്യം എന്ന് പറഞ്ഞതാണ്. പക്ഷെ അന്ന് AICC-യുടെ അല്ലെങ്കിൽ KPCC-യുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജയിച്ച ആളാണ് കെ സുധാകരൻ. അതേ നയം, അതേ തന്ത്രം ഇപ്പോഴെന്തുകൊണ്ടാണ് ചീറ്റിപ്പോയത്? ആ തന്ത്രം ഇനി ഫലിക്കില്ല. കാരണം പക്ഷെ നമുക്കറിയാവുന്ന ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമാണ്. അപ്പോൾ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്നുകൂടി ഒരു പോരാട്ടം കൂടെ നടത്തി ഒരു അംഗത്തിനുള്ള ബാല്യം ഇപ്പോഴും ഉണ്ട്. അതും കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പോരാട്ടം നടത്താം. ഇത് കോൺഗ്രസ് ജയിക്കുന്ന ഒരു മത്സരം, മറ്റു മത്സരം പോരാ അല്ല. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. BJP വരും, BJP വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ മർക്കട മുഷ്ടിയിൽപ്പെട്ടതുപോലെയാണ് കേരളം. അവർ മർക്കട മുഷ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ വിട്ടുകൊടുക്കില്ല, ഉടുമ്പ് പിടിച്ചതുപോലെ പിടിക്കും. അത് കേരളം BJP സംസ്ഥാനമായിട്ട് തന്നെ തുടരും, നമ്മുടെ തലമുറകളോട് കാലത്തോളം തന്നെ നമുക്ക് കരുതാം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ ഇതാണ് ഒരു അവസാന അവസരം. അത് അദ്ദേഹം ചോദിക്കുന്ന ഒരു തെറ്റുമില്ല. MP സ്ഥാനം എന്ന സാങ്കേതികത ഉന്നയിച്ചുകൊണ്ട് ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല. കോൺഗ്രസ് അയച്ച MP ഇദ്ദേഹത്തിന് പാർലമെൻറ്റിൽ എന്താ ചെയ്യാൻ കഴിയുക? ഒരു കുന്തവും ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിന്. വിഷയം പഠിച്ച് പറയാൻ കഴിയില്ല, ഭാഷ അനുസരിച്ച് പെരുമാറാൻ കഴിയില്ല. ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ സ്കോർ ചെയ്യുമ്പോൾ നോക്കുകുത്തിയായിരിക്കാനേ കഴിയൂ. എന്തിനാണ് ഇങ്ങനെ അയച്ചത് ഒരു MP? കാരണം എന്താ? അവിടെ നിന്ന് സുധാകരന് മാത്രമേ ജയിക്കാൻ കഴിയൂ, ജയസാധ്യത കൊണ്ടാണ്. അല്ല ഔദാര്യമൊന്നും അല്ലാരുടെ. ആ ഒരു ഔദാര്യം അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്. കൈകേയിക്ക് പോലും യുദ്ധകാലത്ത് കൊടുത്ത ഒരു ഉണ്ടല്ലോ വാഗ്ദാനം, അത് പാലിച്ചില്ലേ ദശരഥ മഹാരാജാവ് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ കോട്ടയായിട്ട് ഞാൻ നിന്നു, നിങ്ങളെ സംരക്ഷിച്ചു. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ എത്ര എണ്ണത്തിൻ്റെ തല കൊയ്ത് കൊണ്ടുപോയതിനും പിണറായി വിജയനും സംഘവും അവിടെ വാടിക്കൽ രാമകൃഷ്ണൻ്റെ തല കൊയ്തതുപോലെ അതുകൊണ്ടൊരു മാല തീർത്ത് കഴുത്തിലണിഞ്ഞ് നടക്കുമായിരുന്നില്ലേ അതിൻ്റെ ഖ്യാതിയും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ഈ MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളത് ഒരു പാർട്ടി അച്ചടക്കത്തിന്റെ ഭാഗമായി സ്വീകരിച്ചൊരു നയമാണ്. അത് കെ സുധാകരന് വേണ്ടി മാത്രം അയഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മറ്റു പലരും തലപൊക്കാനുള്ള സാധ്യത ഒന്നുകൂടി. ഈ MP-മാർ മത്സരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ജയിച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അപ്പോൾ അത് ഒരു മോശം പ്രവണതയാണ് എന്ന തരത്തിൽ ഇപ്പോഴേ ഒരു നിലപാടും പ്രചരണവും ഉണ്ട്. അതൊരു പക്ഷേ കെ സുധാകരനെ ഈ MP ആയി നിന്നുകൊണ്ട് തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അതൊരു ചിലപ്പോൾ കണ്ണൂരിൽ അത് സുധാകരൻ അദ്ദേഹത്തിന്റെ സ്ട്രോങ് ഹോൾഡ് ആയതുകൊണ്ട് അവിടെ ജയിച്ചെന്നിരിക്കാം. പക്ഷെ മറ്റു പല മണ്ഡലങ്ങളിലും UDF ഇതാ MP-മാരെ നിർത്തി മത്സരിപ്പിക്കുന്ന പ്രചരണം വന്നു കഴിഞ്ഞാൽ അത് UDF-ന് വലിയ കോട്ടം ഉണ്ടാക്കും. അപ്പൊ അതുകൂടി കണ്ടുകൊണ്ടായിരിക്കില്ലേ ഈ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിയത്? ചിരി വരികയാണ്, നല്ല കോമഡി. അതായത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ എന്താ ഒരു ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇത് ആകാശം ഇടിഞ്ഞങ്ങ് വീഴും? ഇതെന്താ ഭരണഘടനയാണ്? രാഹുൽ ഗാന്ധി എപ്പോഴും ഉയർത്തി കാണിക്കാം ഭരണഘടനയായത്.
പാർട്ടിയുടെ വിജയമല്ലേ നിങ്ങളുടെ ലക്ഷ്യം? പാർട്ടിയുടെ വിജയമാണെങ്കിൽ ഇതാർക്കും ഒരു നിർബന്ധവുമില്ല. സുധാകരന് പോലും വലിയ നിർബന്ധമൊന്നുമില്ലെന്നേ. ഇപ്പോൾ കാണിച്ചു തരാം. അദ്ദേഹം ഇപ്പോൾ സ്വന്തം പാർട്ടി രൂപീകരിക്കാൻ പോവുക, 25 സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കാൻ പോവുക. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കിനി കാണാം. കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നു? ഒറ്റയ്ക്ക് ഇന്ന് പോരാടേണ്ട ഒരു സ്ഥലത്ത് ഇത് കാണാം. ഘടകകക്ഷികൾ പോലും ഇതിപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, വൈതാളികരായിട്ട് മാറാൻ തുടങ്ങും. മനസ്സിലായില്ലേ? ഇത് അച്ചടക്കമില്ലാത്തൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് തുടരരുതെന്ന് പറയുന്ന കോൺഗ്രസിനെ എപ്പോഴും കേരളത്തിൽ മുന്നണിയായിട്ട് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷേ ഈ മുസ്ലിം ലീഗാണ്. പാർട്ടി അച്ചടക്കത്തെ കുറിച്ച് സംസാരിച്ച, കേഡർ സ്വഭാവത്തെ കുറിച്ച് സംസാരിച്ച ഒരു നേതാവ് കൂടിയാണ് കെ സുധാകരൻ. അത് ശരി. അപ്പൊ ഇതൊരു അച്ചടക്ക ലംഘനം അല്ലെന്നേ. ഇതാ പിണറായി വിജയന് പോളിറ്റ് ബ്യൂറോ കൊടുത്തില്ലേ, 75 വയസ്സ് കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ലേ? എവിടെ അച്ചടക്ക ലംഘനം എന്ന് പറഞ്ഞു? ഇതിൽ കൂടുതൽ അച്ചടക്കം പാലിക്കുന്ന ഫുൾ കേഡർ പാർട്ടിയാണ്, സെമി കേഡർ അല്ല, ഫുൾ കേഡർ പാർട്ടിയാണ് CPM. ഇവിടെ എന്ത് സംഭവിച്ചു? ഇത് ആരാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത്? ഇയാൾക്ക് ഒരു MP സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴും. അങ്ങനെയാണെങ്കിൽ അച്ചടക്കം. നിങ്ങൾ എന്തിനാ PK ശശിയെ പിന്തുണയ്ക്കുന്നത്? ഷൊർണൂരിൽ എന്തിനാ PK ശശിയെ പിന്തുണയ്ക്കുന്നത്? നിങ്ങൾ എത്ര തവണ കളിയാക്കിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച്? നിങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. എന്തേ അതേ മാനദണ്ഡം ഇവിടെ സ്വീകരിക്കാത്തത്? മറുപടി ഉണ്ടോ കോൺഗ്രസ്സുകാരന്? ഒരൊറ്റ കോൺഗ്രസ്സുകാരന് മറുപടി പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പത്രക്കാരെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി പോവാണ്. KC വേണുഗോപാലിനും VD സതീശനും വാചാലമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ ഒറ്റ വാക്കും പറയാൻ പറ്റുന്നില്ല. ഇവർക്കൊക്കെ എന്താ പറ്റിയിരിക്കുന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതുപോലെ തന്നെയാണ് അടൂർ പ്രകാശ്. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ഒരു നേതാവേ അല്ല. പക്ഷേ കോന്നിയിൽ നിന്നാൽ കോൺഗ്രസിന് വേണമെങ്കിൽ മതി. ഞാനിപ്പോൾ സന്തോഷിക്കുക. കാരണം അത്രയും കൂടെ BJPയുടെ ചാൻസ് കൂടും. കേരളം ഇനി ഒരു മൂന്നാമതൊരു മുന്നണി ഭരിക്കട്ടെ. എന്താ കോൺഗ്രസിനും CPM-നും മാത്രം കുത്തകയാക്കി വെച്ചാൽ മതിയോ? മൂന്നാമതൊരു മുന്നണി ഭരണത്തിലേക്ക് വരട്ടെന്നേ, അതിന് വഴിയൊരുക്കട്ടെ എന്നുള്ള വിശ്വാസക്കാരനാണ്. ഒരു മാറ്റം വേണം. പാർട്ടി ഭരണത്തിലും ഒരു മാറ്റം വരട്ടെ, പുതിയൊരു പാർട്ടി ഭരിക്കട്ടെ. നല്ലതല്ലെങ്കിൽ നമുക്കെടുത്ത് അറബിക്കടലിലോട്ട് വലിച്ചെറിയാൽ മതി. ഇതപ്പോൾ ഇയാൾ മാത്രം ഭരിച്ചാലേ, കോൺഗ്രസ് മാത്രം ഭരിച്ചാലേ കേരളത്തിൽ നന്നാവും എന്നുള്ള വിചാരമൊന്നും എനിക്കില്ല. അങ്ങനൊന്നും ഇല്ല. നിങ്ങൾ മാത്രം ഭരിച്ചാലേ, അങ്ങനൊന്നും ആർക്കും ആഗ്രഹമില്ല. ഇപ്പം ജനങ്ങളെല്ലാം മടുത്തു നിങ്ങൾ ഈ അടി നടത്തിക്കൊണ്ട്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിന് 10 മണിക്ക് ഉറക്കം വരുന്നതുകൊണ്ട് തീരുമാനം എടുക്കാതെ എന്തൊരു കമ്മിറ്റി, അല്ലെങ്കിൽ നേരത്തെ കമ്മിറ്റ്മെന്റ് ഉള്ളൂ. തീരുമാനം എടുത്താൽ അണികൾ അനുസരിക്കണം. അയാളെയാണ് നേതാവെന്ന് പറയുന്നത്. ഈ പാർട്ടി പലവഴിക്ക് പോകുന്നത് അങ്ങനെ ഒരു ആടുമാടുകളെ നയിക്കുന്ന ആളിനെ ഒരു നല്ല ഇടയൻ എന്ന് പറയാൻ പറ്റില്ല. കഴിവുകെട്ട ഇടയൻ. രാഹുൽ നരേന്ദ്രമോദിക്ക് കഴിവില്ല എന്നാണ് പറയുന്നത്. സ്വന്തം പാർട്ടി ഒരു സംസ്ഥാനത്ത് ഒന്നിച്ചു നിർത്താൻ പോലെ കഴിവില്ലാത്ത ഒരാളിനെയൊക്കെ എടുത്ത് നേതൃത്വത്തിൽ വെച്ച് എൻ്റെ ഫലം അനുഭവിച്ചു. ഇത് മാത്രമേ പറയാനുള്ളൂ. 10 മണിയായപ്പോൾ വോട്ട് പോയി വിട്ടു. കോൺഗ്രസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ ഈ അടിയും ബഹളവും ഒക്കെ അവരുടെ ജന്മസിദ്ധമായ ഒരു വാസനയാണ്. നമുക്കറിയില്ല, കെ കരുണാകരനെ പോലെയുള്ള നേതാക്കൾ പോലും ഇവിടെ നിന്ന് ഇതേപോലെ വഴക്കിട്ടിറങ്ങിപ്പോയതാ. അപ്പോഴും ഈ പാർട്ടി അതിജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ 10 വർഷം അധികാരമില്ലാതിരുന്ന ഒരു പാർട്ടി ഒരു സാധ്യത വീണ്ടും തിരിച്ചു വരാനുള്ള നേരിയ സാധ്യത ഇപ്പോഴുള്ളപ്പോൾ ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു അവസാന തിരശ്ശീല വീഴുന്നതിലേക്ക് എത്തിച്ചു വരും. പഠിക്ക കൊണ്ടിട്ട് ഉടച്ചു കഴിഞ്ഞാൽ കുടമാറ്റി മൺകുടമാണ് കോൺഗ്രസ്. അത്രേ ഉള്ളൂ, മൺകുടമാണ്. ഒരു നേരിയ ചാൻസ് കിട്ടിയതാണ് ഇപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട്. മറുവശത്ത് പിണറായി വിജയൻ വളരെ ആസൂത്രിതമായിട്ട് അവിടെ ഉണ്ട് ഇതുപോലുള്ള വിഘടനങ്ങളൊക്കെ എങ്കിലും സുഘടിതമായിട്ട് കൊണ്ടുപോകാനുള്ള നേതൃത്വം, ഒരു മെഷീനറിയും ഒക്കെ അവർക്കുണ്ട്. നേതൃത്വമുണ്ട്. പിണറായി വിജയൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അവിടെ. അത് സമ്മതിച്ചേ പറ്റൂ. നമ്മൾ അദ്ദേഹത്തെ വെറുത്താലും അത് സമ്മതിച്ചേ പറ്റൂ. ക്വാളിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഈസ് ഒബ്വിയസ് ബൈ ഇറ്റ്സ് ആബ്സെൻസ് ഓൺ കോൺഗ്രസ്. അതായത് അതിൻ്റെ അദൃശ്യത കൊണ്ടാണ് അത് ദൃശ്യമാകുന്നത്. അതുപോലെയാണ് കോൺഗ്രസിൻ്റെ കാര്യം. ഉടച്ചു കളഞ്ഞു. ചാൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കോൺഗ്രസിന് നൽകുന്നത്. ഇനിയിപ്പോൾ കൊച്ചിയിലൊരു കലഹം നടക്കാൻ പോകുന്നു ദീപ്തി മേരി വർഗീസിൻ്റെ പേരിൽ. അവിടെ VD സതീശൻ പിടിച്ച പിടിയുള്ള ഇസ്ലാമിക പ്രീണനമുണ്ടല്ലോ, ആ പ്രീണനത്തിൻ്റെ ഫലമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ മാത്രമേ സ്ഥാനാർത്ഥിയാക്കാവൂ എന്ന് പറയുന്നു. ഈ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഈ 2 MP-മാരിലേക്ക് ഒതുങ്ങുന്നില്ല പ്രേംലാലെ. ഇത് പോകുന്നത് വളരെ ആഴത്തിലും പരപ്പിലുമാണ്. ഈഴവ സമുദായം മുഴുവൻ തങ്ങൾ രക്ഷപ്പെട്ടില്ല എന്നൊരു തോന്നൽ വരും. ദീപ്തി മേരി വർഗീസിൻ്റെ കാര്യത്തിലാവട്ടെ, കൊച്ചിയിൽ ഏറ്റവും കൂടുതലുള്ള, ഞാൻ ജാതീയതയും വർഗീയതയും എന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങൾ പറയുന്നു. ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുക. അവിടെ ക്രിസ്ത്യൻ സമൂഹം മുഴുവൻ കോൺഗ്രസിനെതിരാവും. അവർക്ക് മേയർ സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ചാണ് ദീപ്തി മേരി വർഗീസ്. വലിയ ലീഡറാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർ ആഗ്രഹിച്ചൊരു ഒരു സ്ത്രീയാണ്. അത് കൊടുക്കാതെ മറ്റൊരു ആൾക്ക് കൊടുത്തിരിക്കുന്നത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ മറ്റൊരു ന്യൂനപക്ഷം കോൺഗ്രസിനെ വെറുക്കാൻ തുടങ്ങുന്നുണ്ട്. ആ ഇക്വേഷൻസൊക്കെ അന്തർധാരകളാണ് ഈ കേരളത്തിൻ്റെ പൊളിറ്റിക്സിൽ. ഇല്ലെന്ന് പറയാൻ പറ്റൂ. രാഷ്ട്രീയം മാത്രമല്ല. രാഷ്ട്രീയം എന്ന് പറയുന്ന കേരളത്തിൽ ഒരു 25% ബാക്കിയൊക്കെ ജാതി പൊളിറ്റിക്സ്, അതുപോലെ തന്നെ മത പൊളിറ്റിക്സ്, പിന്നെ നിശബ്ദ ഭൂരിപക്ഷത്തിൻ്റെ വോട്ടുകളുമാണ് ഈ വോട്ടുകളെ നിയന്ത്രിക്കുന്നത്. ആ ഫാക്ടേഴ്സ് എല്ലാം ഇപ്പോൾ എതിരായിട്ട് വരികയാണ്.
എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട്. കെ സി വേണുഗോപാലിനെ കാല് പിടിച്ചു ആവശ്യപ്പെട്ടു, കൊടുത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ ലിസ്റ്റ് വരും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അങ്ങനെ കൊടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാത്ത സീറ്റ് അദ്ദേഹത്തിന് എങ്ങനെ കൊടുക്കാൻ പറ്റും? MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ധാർമ്മികമായി ശരിയാണോ? സാമൂഹികമായി ശരിയാണോ? തെറ്റല്ലേ കാണിക്കുന്ന കീഴ്വഴക്കം അനുസരിച്ചും തെറ്റല്ലേ? നിങ്ങൾ ഒരാൾ കുറ്റം ചെയ്തപ്പോൾ അയാളുടെ കുറ്റം വലിയ കുറ്റകൃത്യമാക്കി അയാളെ കുറ്റവാളാക്കി എഴുതി അങ്ങ് മാറ്റി നിർത്തി. ശരി, മറ്റേയാളിനോട് വേറൊരു നിയമം. ഇപ്പോൾ കോൺഗ്രസിനകത്ത് എത്ര നിയമങ്ങളാണ്? ഇതെല്ലാം മുകളിലുള്ള പിടിപ്പുകേടിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡായിരുന്നു കൊണ്ട്, അതിനപ്പുറമില്ല. ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിന് എതിർവായില്ലായിരുന്നു. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. അത് വേണം, ചർച്ച ചെയ്ത് വേണം തീരുമാനം എടുക്കാൻ. തീർച്ചയായിട്ടും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചർച്ച പാടില്ല. അതാണ് അച്ചടക്കം. അതെവിടെ? കോൺഗ്രസ് ലൂസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. CPM വരട്ടെ, അതും ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമാണല്ലോ. രണ്ടുപേരും കൂടെ ചേർന്ന് ഒരുമിച്ച് അങ്ങ് ഭരിച്ചോട്ടെ, BJP ഒഴിവാക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതുമാതിരിയുള്ള ഈ വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കരുത്. MP സ്ഥാനം ഉള്ളത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സില്ലി കാര്യങ്ങൾ. MP സ്ഥാനം കൊണ്ട് എന്തോ നേടാൻ പോകാനോ? ഈ സുധാകരനെ പോലുള്ള തലയെടുപ്പുള്ള പൊളിറ്റിക്കൽ ഹെവി വെയിറ്റ് എവിടെ പോയിട്ട് എന്താ ചെയ്യാനാണ്? കേരളമാണ് അദ്ദേഹത്തിൻ്റെ അംഗം കുറിക്കാനുള്ള സ്ഥലം. അംഗത്തട്ട് അവിടെയാണ്. അദ്ദേഹത്തിന് സംഭാവന കാര്യമായിട്ട് ചെയ്യാൻ പറ്റും. പിണറായി വിജയന് നേർക്ക് നേർ നിൽക്കാൻ പറ്റിയുള്ള ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. കൊച്ചു പയ്യൻ, ഒരു ഡേവിഡായിരുന്നു ഗോലിയാത്തായ പിണറായി വിജയൻ്റെ മുമ്പിൽ. ഗോലിയാത്തായിട്ട് നിൽക്കാൻ കഴിവുള്ള ആളായിരുന്നു കെ സുധാകരൻ. കൈവിട്ടുപോയി എന്നല്ല എന്തു പറയാൻ എൻ്റെ മുന്നിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.